ഹായ്. അപ്പോൾ സൈലം ടീച്ചിങ് എക്സാം HSA ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നത് ശരിക്കും ഈ ഒരു HSA പരീക്ഷയ്ക്ക് ഉപകരിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് കണ്ടന്റാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം അല്ലേ, ശാസനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ്. അപ്പോൾ ശാസനത്തിൽ നിന്നുള്ള ചോദ്യം നമ്മുടെ HSA പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ. നോക്കാം നമുക്ക് എന്താണ് ശാസനങ്ങൾ. പലപ്പോഴും ആ ഒരു കൺക്ലൂഡഡ് സ്ലൈഡ് ശാസനത്തിൻ്റെ വേണമെന്ന് ഉദ്യോഗാർത്ഥികൾ പലരും ആഗ്രഹിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ശാസനങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. വലിയ പാറകളിലും ഉന്നതങ്ങളായ സ്തംഭങ്ങളിലും പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളുടെ ഭിത്തികളിലുമൊക്കെ വിസ്തൃതങ്ങളായ ശിലാഫലകങ്ങളിലും എഴുതി തയ്യാറാക്കുന്ന കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ അന്ന് എഴുതി തയ്യാറാക്കിയിരുന്നവയാണ് എന്താണ് ശാസനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ശാസനങ്ങൾ എവിടെയൊക്കെയാണ് പണ്ട് നോട്ട് ചെയ്തു പോയിരുന്നത്? വലിയ പാറകളിലെ ഉന്നതങ്ങളായ സ്തംഭങ്ങളിലെ പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളുടെ ഭിത്തികളിൽ ഒക്കെയാണ് ഈ ശാസനങ്ങൾ അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. സ്വസ്തിശ്രീ എന്നാണ് ഈ ഒരു ശാസനം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ ശാസനങ്ങളുടെയും തൊട്ടു മുന്നിൽ സ്വസ്തിശ്രീ എന്ന് പറയുന്ന ഒരു എന്തുണ്ടാവും, പിന്നെ അങ്ങനെ ഒരു സൂക്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്തുതിയോട് കൂടിയാണ് സാധാരണയായി എല്ലാ ശാസനങ്ങളും ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വാഴപ്പിള്ളി ശാസനം AD 832 വാഴപ്പിള്ളി ശാസനം വരുന്നത്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന ശാസനം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പഴയ ശാസനം സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഈ വാഴപ്പിള്ളി ശാസനം വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പഴയ ശാസനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വാഴപ്പിള്ളി ശാസനമാണ് അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? മലയാള ലിപിയിലുള്ള ആദ്യ ശാസനമാണ്. അപ്പോൾ വാഴ എപ്പോഴും കേരളത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് തമിഴ്നാട്ടിലും ഉണ്ട്. എന്നാലും നമുക്ക് വാഴപ്പിള്ളിയെ നമ്മുടെ കേരളത്തിലെ ആദ്യ ശാസനമായിട്ട് കണക്കാക്കാം. നമഃശിവായ എന്ന വന്ദന ശ്ലോകത്തിൽ തുടങ്ങുന്ന ഏക ശാസനമാണ്. അപ്പോൾ ഈ ശാസനം ആരംഭിക്കുന്നത് നമഃശിവായ എന്നാണ്. ചെമ്പുപാളിയിലാണ് വാഴപ്പിള്ളി ശാസനം തയ്യാറാക്കിയിരിക്കുന്നത്. രാജശേഖരവർമ്മനാണ് ഇത് തയ്യാറാക്കിയതെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പൊ രാജശേഖരന്റെ വാഴ, ചെമ്പ് വാഴ, ശിവനെ വാഴ, മലയാളത്തിലെ വാഴ, കേരളത്തിലെ ഏറ്റവും പഴയ വാഴ. അപ്പോൾ വാഴപ്പിള്ളി ശാസനത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? കേരളത്തിലെ ഏറ്റവും പഴയ വാഴ, രാജശേഖരവർമ്മന്റെ വാഴ, ചെമ്പ് വാഴ, ശിവന്റെ വാഴ അല്ലേ, പിന്നെയോ മലയാള വാഴ. അപ്പം മലയാള ലിപിയിൽ ചെമ്പ് പാളിയിൽ ഓം നമ ശിവായ എന്ന് ആരംഭിക്കുന്നു. രാജശേഖരവർമ്മനാണ് ഇത് തയ്യാറാക്കിയത്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴയ ശാസനം കൂടിയാണ് വാഴപ്പിള്ളി ശാസനം. AD കാലഘട്ടം ചോദിച്ചാൽ AD 832 വാഴപ്പിള്ളി ശാസനത്തിന്റെ കാലഘട്ടം. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ചേര രാജാക്കന്മാരുടെ കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം, അതായത് ചേര രാജാക്കന്മാരുടെ ചേര രാജാക്കന്മാരെ സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയിലാണ് ഇത് വരുന്നത്. അങ്ങനെയുള്ള ചേര രാജാക്കന്മാരുടെ കേരളത്തിൽ നിന്ന് അവർ തയ്യാറാക്കിയതെന്ന് കരുതപ്പെടുന്ന കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം കൂടിയാണിത്. കേരളവും റോമുമായുള്ള വാണിജ്യ ബന്ധം തെളിയിച്ച ശാസനമാണ്. അപ്പോൾ നോക്കൂ, ഇതിന് മറ്റൊരു ചരിത്ര പ്രത്യേകത കൂടിയുണ്ട്. കേരളവും റോമില്ലേ, ആ റോമുമായിട്ടുള്ള വാണിജ്യ ബന്ധം തെളിയിച്ച ശാസനമാണ്. വാഴപ്പിള്ളി ക്ഷേത്രത്തിലെ നിത്യപൂജ മുടക്കുന്നവർ ചേര രാജാവിന് 100 ദിനാർ പിഴ കൊടുക്കണമെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഈ വാഴപ്പിള്ളി ക്ഷേത്രത്തിലെ നിത്യപൂജ അത് മുടക്കുന്നവർ എന്തായാലും ആ ഭരണാധികാരികൾ എന്ത് ചെയ്യണം? ചേര രാജാവിന് 100 ദിനാർ പിഴ അല്ലെങ്കിൽ ഫൈൻ കൊടുക്കണം എന്നും പറയുന്നുണ്ട്. റോമൻ നാണയമായിരുന്ന ദിനാറയെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പുരാതന ശാസനമാണ്. അപ്പോൾ ദിനാറ എന്ന് പറയുന്ന റോമൻ നാണയത്തെക്കുറിച്ചും ഇതിനകത്ത് പരാമർശിക്കുന്നു. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയെന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വാഴപ്പിള്ളി ശാസനത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ. അപ്പോൾ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ എന്ന പരാമർശമുള്ളത് എന്തിനാണ്? വാഴപ്പിള്ളി ശാസനത്തിനാണ്. അപ്പോൾ വാഴപ്പിള്ളി ശാസനം മനസ്സിലായല്ലോ. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴയ ശാസനമാണ്. മലയാള ലിപിയിലുള്ള ആദ്യ ശാസനമാണ്. നമഃശിവായ എന്ന വന്ദനവാക്യത്തിൽ തുടങ്ങുന്ന ഏക ശാസനമാണ്.
ചെമ്പുപാളിയിലുള്ള ശാസനമാണ്. രാജശേഖരവർമ്മനാണ് ഇത് തയ്യാറാക്കിയത്. ചേര രാജാക്കന്മാരുടെ കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനമാണ്. കേരളവും റോമുമായുള്ള വാണിജ്യബന്ധം തെളിയിച്ച ശാസനവുമാണ്. വാഴപ്പിള്ളി ക്ഷേത്രത്തിലെ നിത്യപൂജ മുടക്കുന്നവർ ചേര രാജാവിന് 100 ദിനാറ് പിഴ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ റോമൻ നാണയമായിരുന്ന ദിനാറയെ കുറിച്ച് പറയുന്ന ശാസനം ഏതാ? വാഴപ്പിള്ളി ശാസനം. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖ എന്ന പരാമർശമുള്ളതും വാഴപ്പിള്ളി ശാസനത്തിനാണ്. ഇനി നോക്കിയേ തരിസാപ്പിള്ളി ശാസനം. എന്താണ് തരിസാപ്പിള്ളി ശാസനം? AD 849 തരിസാപ്പിള്ളി ശാസനം വരുന്നത്. കേരളത്തിലെ അടിമ വ്യവസ്ഥയെ തെളിയിക്കുന്ന ഒരു ശാസനമാണ്. അല്ലെങ്കിൽ കേരളത്തിലും പണ്ട് അടിമ വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് കാണിക്കുന്ന ശാസനമാണ് ഈ അതല്ലെങ്കിൽ തരിസാപ്പിള്ളി ശാസനത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോട്ടയം ചെപ്പേടുകൾ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോട്ടയം ചെപ്പേടുകൾ. ഇത് തയ്യാറാക്കിയത് ചേര രാജാവ് സ്ഥാണു രവിവർമ്മയുടെ മന്ത്രി അയ്യനടി തിരുവടികൾ. അപ്പോൾ ചേര രാജാവായ സ്ഥാണു രവിവർമ്മ എന്നാണ് പലയിടത്തും നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള അയ്യനടി തിരുവടികളാണ് ഇത് തയ്യാറാക്കിയതെന്ന് കരുതപ്പെടുന്നു. ഈശോ സപ്പീർ എന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് എഴുതിയതാണ് തരിസാപ്പള്ളി ശാസനം. അത് തരിസാപ്പള്ളി എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് തരിസാപ്പള്ളി. കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണപ്പെടുന്ന ശാസനം കൂടിയാണ്. അപ്പം കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നതും തരിസാപ്പള്ളി ശാസനത്തിലാണ് അല്ലേ. അപ്പം അടിമ വ്യവസ്ഥയെക്കുറിച്ച് ഇതിനകത്ത് പരാമർശിച്ചു പോകുന്നു. ഇതിൻ്റെ മറ്റൊരു പേരെന്ത്? കോട്ടയം ചെപ്പേട് എന്നാണ്. ചേര രാജാവായ സ്ഥാണു രവിവർമ്മയുടെ മന്ത്രി അയ്യനടി തിരുവടികളാണ് ഈ തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയതെന്ന് കരുതപ്പെടുന്നു. ഈശോ സപ്പീർ എന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് എഴുതിയതാണ് അയ്യനടി തിരുവടികൾ. ഓക്കെ അല്ലേ. എവിടെയാണ് തരിസാപ്പള്ളി ശാസനം പരാമർശിക്കുന്ന? തരിസാപ്പള്ളി ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. കേരളത്തിലെ നാടുവാഴികളെ കുറിച്ചുള്ള പരാമർശം കടന്നു വരുന്ന ഏക ശാസനം കൂടിയാണ് തരിസാപ്പള്ളി ശാസനം. ഹജൂർ ശാസനത്തിലേക്ക് പോവുകയാണെങ്കിൽ AD 866 ഹജൂർ ശാസനം നിലവിൽ വരുന്നത്. പ്രാചീന കേരളത്തിലെ വിദ്യാപീഠങ്ങളെ പറ്റി പരാമർശിക്കുന്നു. ആയ് രാജാവായ കരിനന്തകനാണ് ഇത് തയ്യാറാക്കിയത്. ആയ് ഡൈനാസ്റ്റി, ആയ് രാജവംശത്തിലെ കരിനന്തകൻ എന്ന രാജാവാണ് ഈ ഒരു ഹജൂർ ശാസനം എഴുതി തയ്യാറാക്കിയത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? പ്രാചീന കേരളത്തിലെ വിദ്യാപീഠങ്ങളെ പറ്റി കാന്തളൂർ ശാലയൊക്കെ നമ്മൾ പലപ്പോഴും ഈ HSയുടെ പഠന രീതിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കാന്തളൂർ ശാലയെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അല്ലേ. പ്രാചീന വിദ്യാപീഠങ്ങളെ കുറിച്ചുള്ള പരാമർശമുള്ള ശാസനം ഏതെന്ന് ചോദിച്ചാൽ ഹജൂറാണ്. ആരാണിത്? ആയ് രാജാവ് കരിനന്തക്കനാണിത് തയ്യാറാക്കിയത്. ഇനി എന്താണ് ചോക്കൂർ ശാസനം എന്ന് നോക്കാം. AD 923 ചോക്കൂർ ശാസനം നിലവിൽ വരുന്നത്. എന്താണ് ചോക്കൂർ ശാസനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ദേവദാസികളെ പറ്റി പരാമർശിക്കുന്നു. കേരളത്തിലെ ദേവദാസികളെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം. ഗോദരവിവർമ്മനാണ് ഇത് തയ്യാറാക്കിയത്. ആരാണ് തയ്യാറാക്കിയത്? ഗോദരവിവർമ്മൻ. അപ്പൊ ഗോദരവിവർമ്മന്റെയാണ് ചോക്കൂർ, മറക്കണ്ട. ഓരോ ശാസനങ്ങളുടെയും പിന്നിലുള്ള ആൾക്കാരുടെ പേരുകൾ ചോദ്യരൂപേണ വരാം, കാലഘട്ടം വരാം, ആ ശാസനത്തിന്റെ പ്രധാന പ്രത്യേകതകളായി പ്രതിപാദിക്കുന്ന കണ്ടന്റും വരാം. അപ്പൊ ചോക്കൂർ ശാസനം എന്താണ്? കേരളത്തിലെ ദേവദാസികളെ പറ്റി പറയുന്നു. ആരാ ഇത് തയ്യാറാക്കിയത്? ഗോദരവിവർമ്മൻ. എന്താണ് പാലിയം ശാസനം? AD 925 കാലഘട്ടത്തിലാണ് പാലിയം ശാസനം നിലവിൽ വരുന്നത്. ആയ് രാജാവായിട്ടുള്ള വിക്രമാദിത്യ വരഗുണനാണ് ഇത് തയ്യാറാക്കിയത്. പരാന്തകന്റെ കേരളീയ ആക്രമണമൊക്കെ മുഖ്യ വിഷയമാണ്. അപ്പോൾ വൈദേശിക ശക്തി അല്ലെങ്കിൽ വൈദേശിക കടന്നുകയറ്റമായ പരാന്തികൻ അല്ലെങ്കിൽ ആ വൈദേശിക ശക്തിയായിട്ടുള്ള പരാന്തികൻ ഇവിടേക്ക് കടന്നു വരുന്ന കാര്യമൊക്കെ ഈ ഒരു പാലിയം ശാസനത്തിൽ പറഞ്ഞു വെക്കുന്നു. വിക്രമാദിത്യ വരഗുണനാണ് പാലിയം ശാസനം തയ്യാറാക്കിയത്. ഇനി എന്താണ് മാമ്പിള്ളി ശാസനം? ഒരുപാട് പ്രത്യേകതകളുള്ള മാമ്പിള്ളി ശാസനം എന്താണെന്ന് നമുക്ക് നോക്കാം. വേണാട് രാജാവ് ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പിള്ളി ശാസനം. AD 974 കാലഘട്ടത്തിലാണ് മാമ്പിള്ളി ശാസനം തയ്യാറാക്കിയത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം എന്നുള്ള ഒരു പരാമർശം അതുതന്നെയാണ് മാമ്പിള്ളി ശാസനത്തിന്റെ പ്രത്യേകതയും. കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനമാണ് മാമ്പിള്ളി ശാസനം.
വേണാട് രാജാവ് ശ്രീ വല്ലഭൻ കോതയാണ് ഇത് തയ്യാറാക്കിയത്. ആരാണ് തയ്യാറാക്കിയത്? വേണാട് രാജാവായ ശ്രീ വല്ലഭൻ കോത കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണിത്. പഴയ വേണാട് ചരിത്രത്തിന്റെ ചിത്രം വ്യക്തമാക്കുന്ന ഒരു ശാസനമാണ്. പണ്ടത്തെ വേണാട് രാജവംശത്തിന്റെ അല്ലെങ്കിൽ ആ ചരിത്രത്തിന്റെയൊക്കെ ചിത്രം വ്യക്തമാക്കുന്ന ശാസനമാണ്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് ഭൂസ്വത്ത് ദാനം ചെയ്യുന്ന ഒരു രേഖയാണിത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് ഭൂസ്വത്ത് ദേവന് കാഴ്ചവെക്കുന്ന, ചെങ്ങന്നൂർ ദേവന് മഹാദേവ ക്ഷേത്രമാണ്, അവിടേക്ക് ഭൂസ്വത്ത് ദാനം ചെയ്യുന്ന ഒരു രേഖയാണ് മാമ്പിള്ളി ശാസനം. ഇതിൽ കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. മാമ്പിള്ളി ശാസനത്തിലാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു കറക്റ്റ് അത് എഴുതി തയ്യാറാക്കിയ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഉറപ്പ് പറയുന്നത് ഏതിലാണ്? മാമ്പിള്ളി ശാസനത്തിലാണ്. ഇനി നോക്കിക്കേ, ജൂതശാസനം AD 1000 ആണ്ടോടുകൂടിയാണ് ജൂതശാസനം അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതെന്ന് കരുതപ്പെടുന്നു. ജൂതശാസനത്തിന്റെ മറ്റൊരു പേരെന്താണ്? തിരുനെല്ലി ശാസനം എന്നാണ്. ആരാണ് തയ്യാറാക്കിയത്? ചേര രാജാവായ ഭാസ്കര രവിയാണ് ഇത് തയ്യാറാക്കിയത്. ചേര രാജാവായ ഭാസ്കര രവി തയ്യാറാക്കിയതായി കണക്കാക്കപ്പെടുന്ന ശാസനമാണ് ജൂതശാസനം. ജോസഫ് റബ്ബാൻ എന്ന യഹൂദ പ്രമാണിക്ക് സ്വന്തമായി നികുതി പിരിക്കാനുള്ള അവകാശവും 5 വണ്ണ സ്ഥാനവും ചേര രാജാവ് അനുവദിച്ചു കൊടുത്ത ഒരു രേഖയാണ്. അപ്പൊ അന്നത്തെ ഒരു യഹൂദ പ്രമാണിയായിരുന്നു ജോസഫ് റബ്ബാൻ. ഈ ജോസഫ് റബ്ബാന് നികുതി പിരിക്കാനുള്ള അവകാശം, അതുപോലെ അന്ന് നിലനിന്നിരുന്ന 5 വണ്ണം മണിഗ്രാമം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ HSC ക്ലാസ്സിൽ. അങ്ങനെയുള്ള 5 വണ്ണം എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം കൊടുത്തു. ഇതൊക്കെ ചേര രാജാവ് അനുവദിച്ചു കൊടുത്തു. ആര്? ഭാസ്കര രവിയാണ് ഈ ഒരു ജൂതശാസനം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഏത് ശാസനമാണ് തിരുനെല്ലി ശാസനം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ജൂതശാസനമാണ്. ഏതാ കാലഘട്ടം? AD 1000 ആണ്ടാണ്. 1000 ആണ്ടാണ് അല്ലെ? 1000 ആണ്ട്. ഓക്കെ. ഇനി എന്താണ് തിരുവിതാംകൂട് ശാസനം എന്നറിയപ്പെടുന്നത്? കോട്ടയം കേരളവർമ്മ തയ്യാറാക്കിയതാണ് തിരുവിതാംകൂട് ശാസനം. എന്താണ് ചരിത്രപരമായ പ്രത്യേകത? തിരുവിതാംകൂട് ശാസനത്തിന്റെ ചരിത്രപരമായ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ മണ്ണാപ്പേടി, പുലപ്പേടി തുടങ്ങിയ ആചാരങ്ങൾ നിരോധിക്കപ്പെട്ടത് ഈ ഒരു ശാസന പ്രകാരമാണ്. കോട്ടയം കേരളവർമ്മയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ശാസനം എഴുതി തയ്യാറാക്കിയത്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം? അന്ന് നിലനിന്നിരുന്ന 2 ആചാരങ്ങളാണ് അല്ലെ? മണ്ണാപ്പേടിയും പുലപ്പേടിയും. അങ്ങനെയുള്ള പുലപ്പേടിയും മണ്ണാപ്പേടിയും നിർത്തലാക്കാനായിട്ട് കൂടിയാണ് ഈ ഒരു ശാസനം എഴുതി തയ്യാറാക്കിയത്. ഓക്കെ. ഇനി നമുക്ക് ശാസനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 3-4 ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഓക്കെ. ഈ ഒരു പ്രസ്താവന ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കിയേ. കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലും തിരുവല്ല മാർത്തോമ പള്ളിയിലുമായി സൂക്ഷിച്ചിട്ടുള്ള ഈ 2 പട്ടയങ്ങൾ കോട്ടയം ചെപ്പേടുകൾ എന്ന് അറിയപ്പെടുന്നു. ഒരു ഹിൻ്റാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്നൊരു ക്ലൂ ആണ് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പ്രസ്താവനയിൽ നമുക്കിത് ഏത് ശാസനമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലും തിരുവല്ല മാർത്തോമ പള്ളിയിലുമായി സൂക്ഷിച്ചിട്ടുള്ള ഈ 2 പട്ടയങ്ങൾ കോട്ടയം ചെപ്പേടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 2, തീയതി കൃത്യമായി കണ്ടുപിടിച്ച ആദ്യത്തെ പ്രധാന കേരള ശാസനമാണ്. അതായത് തീയതി അതിനകത്ത് ഉണ്ട്. ഓക്കെ അല്ലേ? കേരളത്തിലെ മുസ്ലിം മത വിശ്വാസികളെ സംബന്ധിച്ച് വിവരം നൽകുന്ന ഒരു പ്രാചീന രേഖയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കേരളത്തിൽ അന്നുണ്ടായിരുന്ന മുസ്ലിം മതവിശ്വാസികളെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. കേണൽ മെക്കാളയുടെ ശ്രമഫലമായി കണ്ടുകിട്ടിയ ഈ ശാസനങ്ങൾ ഹെർമൻ ഗുണ്ടർട്ടാണ് ആദ്യമായി പ്രകാശിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ശാസനത്തിൻ്റെ പ്രത്യേകത വരുന്ന പ്രസ്താവനയായിട്ട് നമുക്ക് എടുക്കാം അല്ലേ? കേണൽ മെക്കാളയുടെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു ശാസനം കണ്ടുകിട്ടിയത്. എന്നിട്ട് ഇത് പ്രകാശിപ്പിച്ചത് ആരാണ്? ആദ്യമായിട്ട് ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ശാസനത്തിൻ്റെ സവിശേഷതയായി നമ്മൾ കണക്കാക്കുന്നുവെങ്കിൽ ഏതാണ് ആ ശാസനം എന്നതാണ് ചോദ്യം. തരിസാപ്പള്ളി ശാസനം. നമ്മളിത് 2ാമത് നോക്കിയതാണ്. ഇതിനെയാണല്ലേ കോട്ടയം. അപ്പം ചിലപ്പോൾ നമുക്ക് ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ബാക്കിയുള്ളത് നോക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം വരുവാണെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അല്ലേ? ഇപ്പൊ തരിസാപ്പള്ളി ശാസനം കണ്ടെടുത്തത് ആരാണ്? കേണൽ മെക്കാളെ. ആരാണ് തരിസാപ്പള്ളി ശാസനം പ്രകാശനം നടത്തിയത് അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രകാശിപ്പിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത തീയതി കൃത്യമായി കണ്ടുപിടിച്ച ആദ്യത്തെ പ്രധാന കേരള ശാസനം ഏതാണ്? തരിസാപ്പള്ളി.
യെസ്, മാമ്പള്ളിയിലാണെങ്കിൽ കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീയതി കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് തരിസാപ്പള്ളിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് ശാസനവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏതാണ്? സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലും തിരുവല്ല മാർത്തോമ പള്ളിയിലുമായിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പം വേറൊരു ക്വസ്റ്റ്യനും തരിസാപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടയം ചെപ്പേട് എന്നറിയപ്പെടുന്ന തരിസാപ്പള്ളി ശാസനം എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? കോട്ടയം സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലും അതുണ്ട്, തിരുവല്ല മാർത്തോമ പള്ളിയിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, കോട്ടയം ചെപ്പേട് എന്ന അപരനാമത്തിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഏറാൾ നാട് ഉടയവർ എന്ന ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്ന നാടുവാഴികൾ ആരായിരുന്നു? ഏറാൾ നാടുടയവരെന്ന ജൂതശാസനത്തില് എന്നുണ്ടേ. യെസ്, എന്ന്. അപ്പോൾ എന്ന് ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്ന നാടുവാഴികൾ ആരാണ്? കോലത്തിരിമാർ, സാമൂതിരിമാർ, ശക്തൻ തമ്പുരാൻ, ചേര രാജാക്കന്മാർ. ആരെ കുറിച്ചാണ് ഏറാൾ നാടുടയവരെന്ന് ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്നത്? ആൻസർ നോക്കൂ, സാമൂതിരിമാരെ കുറിച്ചാണ് ഏറാൾ നാടുടയവർ എന്ന് പരാമർശിക്കുന്നത്. അപ്പൊ ഏറാൾ നാടുടയവർ എന്ന് ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്ന നാടുവാഴികൾ ആരാണ്? സാമൂതിരിമാർ. സാമൂതിരിമാരെ കുറിച്ചാണ് ഇങ്ങനൊരു പരാമർശം ഉള്ളത്. അടുത്ത് നോക്കണേ ക്വസ്റ്റ്യൻ. മലയാളം ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ശാസനം ഏതാണ്? നോക്കൂ, മലയാളം ലിപി. യെസ്, ആൻസർ ഏതാണ്? വാഴപ്പിള്ളി. നമ്മൾ പഠിച്ചല്ലേ, എന്താണ് രാജശേഖരവർമ്മൻ വാഴ, മലയാള വാഴ എന്നൊക്കെ പഠിച്ചു. അപ്പം മലയാളം ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ശാസനം ഏതാണ്? വാഴപ്പിള്ളി ശാസനമാണ്. അപ്പോൾ വാഴപ്പിള്ളി ശാസനം ആണ് മലയാളം ലിപി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവിലാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏത്? അപ്പൊ കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏതെന്ന് ചോദിച്ചാൽ തരിസാപ്പള്ളിയാണോ, മണലിക്കര ശാസനമാണോ, പാലിയം ശാസനമാണോ, ചിതറൽ ശാസനമാണോ? അപ്പൊ ഇതിനകത്ത് പറയുന്നതിൽ നിന്ന് ശ്രീമൂലവാസം അന്നത്തെ കേരളത്തിലെ വളരെ പ്രധാനമായ ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു ഏതാ? ശ്രീമൂലവാസം. അതിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതിൽ പറഞ്ഞു പോകുന്ന ശാസനം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. പാലിയം ശാസനമാണ്. അപ്പൊ പാലിയം ശാസനത്തിന്റെ പ്രത്യേകത ഇതാണ്. കേരളത്തിലെ ബുദ്ധമതಕ್ಕೆ പ്രധാനപ്പെട്ട ശാസനങ്ങളാണ് നമ്മൾ ശാസനമായിട്ട് തന്നെ പഠിച്ചു പോയത്. ഇനി കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള ശാസനം ഏത്? അപ്പൊ കേരളത്തിലെ ദേവദാസി സമ്പ്രദായം നമ്മളൊരു നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്ന ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള ഒന്നാണ്. കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശമുള്ള ശാസനം ഏത് എന്നുള്ളത് അല്ലേ? ഏതാണ്? തരിസാപ്പള്ളിയാണോ, ചോക്കൂർ ശാസനമാണോ, വാഴപ്പള്ളി ശാസനമാണോ, ജൂതശാസനമാണോ എന്ന് നോക്കാം. അപ്പൊ ഇത് ശരിക്കും ഈ ദേവദാസി സമ്പ്രദായം ചോക്കൂറാണ്. ഏതാണ്? ചോക്കൂർ ശാസനത്തിലാണ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പൂർണ്ണമായും അറിവ് ലഭിക്കുന്നത്. ഏതാണ്? കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് ചോക്കൂർ ശാസനത്തിലാണ് അറിവ് ലഭിക്കുന്നത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനമേതാ? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യ ശാസനം ചോക്കൂർ ശാസനമാണോ, മാമ്പള്ളി ശാസനമാണോ, പാലിയം ശാസനമാണോ, തിരുവിലങ്ങാട് ശാസനമാണോ? ഏത് ശാസനമാണുള്ളതെന്ന് നമുക്ക് നോക്കാം. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏതാണ്? യെസ്, നമ്മൾ പഠിച്ചതാണ്. മാമ്പള്ളി ശാസനത്തിലാണ് കൊല്ലവർഷം. മാമ്പള്ളിയാണോ? നമ്മളിവിടെ പഠിച്ചല്ലേ. മാമ്പള്ളി ശാസനം കൊല്ലവർഷ പോയിന്റ് മാമ്പള്ളിയിൽ വന്നിട്ടുണ്ടോ? യെസ്, ഗുഡ്. PYQ കൂടിയായിരുന്നു. PYQ ഫാക്റ്റ് കൂടിയാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ശാസനം ഏത് എന്നുള്ളത് മാമ്പള്ളി ശാസനമാണ്. യെസ്, മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത്, കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം ഏത്? അപ്പൊ ആ ശാസനത്തിന്റെ തീയതി കൃത്യമായിട്ട് അത് എന്നാണ് ആ ശാസനം എഴുതി തയ്യാറാക്കിയത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു തീയതി നമുക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം ഏതെന്ന് ചോദിച്ചാൽ തരിസാപ്പള്ളി ശാസനമാണ്. ഏതാണ്?
തരിസാപ്പള്ളി ശാസനമാണ് കൃത്യമായിട്ടുള്ള തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ശാസനം എന്ന് പറയുന്നത്. നോക്കണേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശാസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ പ്രധാനപ്പെട്ട ചില ശാസനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് HSIക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ശാസനങ്ങൾ ഒന്നുകൂടി ഒന്ന് നന്നായി വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആ അനുബന്ധ ചോദ്യങ്ങൾ 4-5 ചോദ്യങ്ങളുണ്ട്, അതും വായിച്ചിട്ട് പോകുക. ഓക്കെ.